ഇന്നത്തെ വീഡിയോ ബജാജിന്റെ ഭാഗത്തു നിന്ന് അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു പൾസറിന്റെ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ് ബജാജിന്റെ RS400, NS400. എന്നാൽ കുറച്ച് മുമ്പൊന്നും ഈ ഒരു ബൈക്കിന്റെ കാര്യത്തിലൊന്നും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ വന്നിട്ടില്ലായിരുന്നു. ഇപ്പം ബജാജിന്റെ CEO തന്നെ പറഞ്ഞിട്ടുണ്ട് അവരൊരു ബിഗ്ഗർ പൾസർ ഇന്ത്യയിലേക്ക് അടുത്ത് തന്നെ കൊണ്ടുവരുമെന്ന്. ആ ഒരു വീഡിയോന്റെ ക്ലിപ്പ് ഞാൻ ഒരുപാട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. We have plans to launch the biggest pulsar ever. We think we have a fantastic product to offer them. And we want to do it within this financial year. Total of 7, 6 plus the big one. എന്നാൽ ഇനി വരാൻ പോകുന്ന ബൈക്ക് എന്ന് പറയുന്നത് ബജാജിന്റെ RS400 അല്ല, NS400 ആണ്. ഈ ഒരു ബൈക്കിന്റെ ലോഞ്ച് ഇപ്പം ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മാർച്ചിലാണ്. ആദ്യം തന്നെ പറയാം, ഇതൊരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ അല്ല, ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ല. പല മോട്ടോർ സൈക്കിൾ വെബ്സൈറ്റും അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ എക്സ്പേർട്ടൊക്കെ പുറത്തുവിട്ടൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു 100% കൺഫേംഡ് ആയിട്ട് ഞാൻ എവിടെയും പറയുന്നില്ല. ഇത് കുറച്ച് റൂമേഴ്സ് ആയിട്ടാണ് സ്പ്രെഡ് ആവുന്നത്. ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു ബൈക്ക് NS400 ഇന്ത്യയിലേക്ക് മാർച്ചിൽ ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ പറയുന്നത്. ബജാജിന്റെ NS സീരീസ് എന്ന് പറയുന്നത് 125cc തൊട്ട് 160 ഉണ്ട്, 200cc ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ബിഗ്ഗർ പൾസർ NS സീരീസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ NS400 വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു ബൈക്കിന് വരാൻ പോകുന്നത് നോക്കാം. അതിൽ ഫസ്റ്റത്തെ കാര്യം ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇപ്പോഴത്തെ NS200 നോക്കിയാൽ തന്നെ മനസ്സിലാവും അതൊരു മികച്ച ബൈക്കാണെങ്കിലും ആ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. അപ്പോൾ NS400 വരുമ്പോൾ ഡിസൈൻ്റെ ഭാഗത്തു നിന്നാണ് ഫസ്റ്റ് വരാൻ പോകുന്ന മാറ്റം. ഒരു നേക്കഡ് സ്ട്രീറ്റ് ബൈക്കിൻ്റെ ഡിസൈനാണ് NS400 വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് വരാൻ പോകുന്ന മാറ്റം മീറ്റർ കൺസോളാണ്. അതായത് ഒരു TFT മീറ്റർ കൺസോൾ ആയിരിക്കും പുതിയ NS400 വരാൻ പോകുന്നത്. അതിൽ ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, 10x10 നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, SMS അലേർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ചൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഫസ്റ്റായിട്ട് ബജാജ് കൊടുക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മെയിനായിട്ട് വരാൻ പോകുന്ന മാറ്റം ഇതൊന്നുമല്ല, ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിനിലാണ്. ഒരു 399cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനായിരിക്കും. അതായത് ബജാജിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പെർഫോമൻസ് ബൈക്കിനും KTMന്റെ എഞ്ചിനാണ് യൂസ് ചെയ്യാറ്. ഈ ഒരു NS400 വരാൻ പോകുന്നത് KTMന്റെ ഏറ്റവും പുതിയ ഡ്യൂക്ക് 390 ഉപയോഗിച്ചുള്ള അതേ ഒരു എഞ്ചിനായിരിക്കും. സിംഗിൾ സിലിണ്ടർ മോഡലിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണത്. ആ ഒരു എഞ്ചിനിലെ മാക്സിമം പവർ വരാൻ പോകുന്നത് 45 bhp ആണ്. മാക്സിമം ടോർക്ക് 39 Nm ആണ്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരിക്കും. എന്തായാലും കുറച്ച് വില കുറവിലായിരിക്കും ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബൈക്കായിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതായത് ബജാജിന്റെ ഡൊമിനർ 400 കാട്ടി കുറച്ചും കൂടി വില കുറവിൽ ഈ ഒരു ബൈക്ക് അവർ ഇറക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫീച്ചേഴ്സ് കട്ടിങ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ കാര്യം UST ഫോർക്കാണ്. ഈ ഒരു ബൈക്കിന് UST ഫോർക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു ബൈക്കിന് ഒരു എക്സ്പെക്റ്റഡ് എക്സ്ഷോറൂം പ്രൈസ് വരാൻ പോകുന്നത് ഒരു 2,20,000 രൂപയാണ്. ഈ ഒരു വർഷം മാർച്ചിലാണ് ഈ ഒരു ബൈക്ക് അവർ ലോഞ്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടില്ല.